ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു OTG ആണ്. അതായത് ഓവൻ ടോസ്റ്റർ ഗ്രില്ല്, അതാണുള്ള OTG. ഇത് റാക്കോൾഡിൻ്റെ ഒരു മിനി ഓവനാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ OTG അഴിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കംപ്ലൈൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മൈക്രോവേവ് ഓവൻ്റെ മുകളിലെ കവർ അടിക്കുന്നത് പോലെയല്ല ഇത് അഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കവറിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ ഇവിടെ താഴത്തേക്കും കൂടി മടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഫ്രണ്ടിൽ ഇവിടെ നിന്നൊരു സ്ക്രൂ ഇട്ട് ഈ ക്ലാമ്പ് ഇട്ട് ടൈറ്റ് ചെയ്തേക്കുക. ഇവിടെയും ഇവിടെയായിട്ട് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഈ ക്ലാമ്പ് ലൂസ് ചെയ്യണം. അത് പെട്ടെന്ന് ശ്രദ്ധപ്പെടില്ല. അത് ഫ്രണ്ടിൽ നിന്നാണ് അതിൻ്റെ സ്ക്രൂ, ഈ ഡോറ് തുറന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ സ്ക്രൂ കിട്ടുന്നത്. അതോടെ അഴിച്ചാലാണ് ഇത് ശരിക്കും നമുക്ക് പുറത്തേക്ക് ബാക്കിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ കവറ് നല്ല വെയിറ്റുള്ള കവറാണ്, നല്ല ഗേജുള്ള തകിടാണ്, നല്ല വെയിറ്റ് ഉണ്ട്. മൈക്രോവേവിനൊന്നും ഇത്രയും വെയിറ്റ് വരാറില്ല സാധാരണ രീതിയിൽ. ഇനി ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഇത് കവർ അഴിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ പഞ്ഞി പോലെ വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് ഇൻസേഷനാണ്. ഇത് ഹീറ്റ് മുകളിലേക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് വെച്ചേക്കുന്ന ഒരു ഷീറ്റാണ്. ഇത് പൊടിഞ്ഞ് നമ്മൾ അഴിക്കുന്ന സമയത്ത് പൊടിഞ്ഞ് മേത്തൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലായിരിക്കും എന്ന് പറയണു. ഇനി ഇതിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് കോയിൽ കാണാം നമുക്ക്. ഒന്ന് ഈ മുകൾ ഭാഗത്തായിട്ടിരിക്കുന്ന ഈ കോയിൽ ഈ ഷേപ്പിലാണ്, റൗണ്ട് ഷേപ്പിൽ ഇരിപ്പുണ്ട്. ഈ താഴെ ഒരു കോയിലുണ്ട്, അതേ ഷേപ്പിൽ തന്നെ. പിന്നെ ആ കോർണറിൽ ഇവിടെ ഒരു തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന സെൻസറാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഇതിനകത്തുള്ള ചൂട് സെൻസ് ചെയ്തിട്ട് കട്ടാകാൻ വേണ്ടിയുള്ളത്. അത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് അതിൻ്റെ ട്രേയും ഇതൊക്കെ വെക്കാനുള്ള പൊസിഷനാണിത്. പിന്നെ ഇത് കൈവിട്ട് കഴിഞ്ഞാൽ പതുക്കെ ചെന്നങ്ങ് അടഞ്ഞോളും. ഇതിനകത്ത് ടെമ്പറേച്ചർ കൺട്രോള്, അതേപോലെ ഹീറ്റ് കൺട്രോള്, ഇതിൽ രണ്ട് നോബുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൺട്രോൾ ഒരു വോളിയം കൺട്രോൾ പോലെ തിരിയുന്ന ഒരു നോബാണ്. സ്റ്റെപ്പുകളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം, ഓരോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഇതിൽ വരുമ്പോൾ ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ ഓണാകുമ്പോൾ ഈ ലൈറ്റ് കത്തി നിൽക്കും. കട്ട് ഓഫ് ആയി കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. ഇതിൻ്റെ മുകളിലും താഴെയുമായിട്ട് രണ്ട് ഹീറ്റിംഗ് കോയിലുകളാണല്ലോ ഉള്ളത്. അതിനകത്തേക്ക് മാറ്റി മാറ്റി സപ്ലൈ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഹീറ്റ് കൺട്രോൾ നോബ് ഉപയോഗിക്കുന്നത്. ഇത് ടോസ്റ്റിലേക്ക് ഇട്ട് കഴിയുമ്പോൾ മുകളിലെയും താഴെയും കോയിൽ പാരലായിട്ട് വർക്ക് ചെയ്യും. ഒപ്പം തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഗ്രില്ലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ മുകളിലെ കോയിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത്. ബേക്കിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഈ രണ്ട് കോയിലുകൾ തമ്മിൽ സീരീസ് കണക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു കുറച്ച് ചൂട് കുറവായിരിക്കും. അതേ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ നോബ് ഉപയോഗിക്കുന്നത്. ഈ നോബ് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുക, സ്റ്റെപ്പായിട്ടാണ് ഇത് തിരിയുന്നത്. ഇത് വോളിയം കൺട്രോൾ തിരിയുന്ന പോലെയാണ് തിരിയുന്നത്. നല്ല ടൈറ്റായിരുന്നു. ഇതിനകത്തൊക്കെ ഓയിൽ കൊടുത്ത് വളരെ ഫ്രീ ആയി. ഡോറിനും അതുപോലെ തന്നെ ഓയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷൻ ഏകദേശം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പവർ കേബിൾ വന്നിട്ട് ഈ താഴെ ഒരു ഹോൾ ചെയ്തിട്ട് ഈ കണക്ടറിൽ കൊടുത്തേക്കാണ്. ഫേസ് ന്യൂട്രും എർത്ത് ഇവിടെ ഈ ബോഡിയിലേക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂട്ര കൊണ്ടുവന്നിട്ട് ഈ താഴത്തെ കോയിലിൻ്റെ ഒരു പോയിന്റിലും മുകളിലത്തെ കോയിലിൻ്റെ ഒരു പോയിന്റിലും അവിടെ നിന്നൊരു വയറെടുത്ത് ഈ ഇൻഡിക്കേറ്ററിലേക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഫേസ് നേരെ ഈ കൺട്രോൾ ഹീറ്റ് കൺട്രോൾ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡാണിത്. അതിനകത്ത് കൊടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ടെമ്പറേച്ചർ കൺട്രോളിലേക്ക് പോയിരിക്കുന്നു. ടെമ്പറേച്ചർ കൺട്രോളിൽ നിന്ന് തിരിച്ച് ഇതിൻ്റെ ഈ പോയിന്റിലേക്ക് വന്നിരിക്കുന്നു.
അപ്പോൾ ഇത് ഓരോ സെലക്ഷൻ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് ഈ മുകളിലത്തെ കോയിലിൻ്റെ ഫേസ് ചെല്ലുന്നതും താഴത്തെ കോയിലേക്ക് ഫേസ് ചെല്ലുന്നതും അതുപോലെ തന്നെ രണ്ടിലേക്കുമായിട്ട് ഫേസ് ചെല്ലുന്നത്. അതേ രീതിയിലാണ് ഈ സ്വിച്ച് ഇതിൻ്റെ അകത്ത് കണക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല. പിന്നെ ഈ തെർമോസ്റ്റാറ്റിൻ്റെ ഇതിൻ്റെ ആ പ്രോബ് പോയേക്കണ ഇതാണ് നമ്മുടെ അകത്തേക്ക് പോയേക്കണേ, ആ കോർണറിലേക്ക് പോയേക്കണ ഇതാണ് ആ സെൻസർ. ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഈ ഡോറിൻ്റെ സ്പ്രിങ്ങാണ് ഈ കാണുന്നതൊക്കെ. ഡോർ തുറക്കുമ്പോൾ ജസ്റ്റ് കാണാം, ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. ഇത്രയാണ് ഇതിനകത്ത് ഉള്ളൂ. അപ്പോൾ ഞാനിത് അഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ കോയിലൊക്കെ ടെസ്റ്റ് ചെയ്തു, മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്തു, അതൊക്കെ കറക്റ്റായിരുന്നു. മുകളിലത്തെ കോയിലും കറക്റ്റ്. അപ്പോൾ പിന്നെ വയർ ടെസ്റ്റ് ചെയ്തു. വയർ ഈ പോയിന്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടണില്ല വയറിൻ്റെ ഭാഗം. വയർ ഞാൻ മൊത്തം അഴിച്ച് പുറത്തെടുത്തു. ഇടയ്ക്കൊക്കെ കിട്ടുന്ന പോലെ കാണിക്കുന്നത്. അവസാനം ഈ ത്രീ പിന്നിൻ്റെ ഈ ഒരു ലെഗ് ഇതിനൊരു ചെറിയ ഇളക്കമുണ്ട്. അതായത് അകത്തുനിന്ന് ഈ വയർ സോൾഡർ ചെയ്തെടുത്തിട്ട് മൗൾഡ് ചെയ്തെടുത്തേക്കാനുള്ള സാധനം. അപ്പോൾ ഇത് അകത്തുനിന്ന് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചില സമയത്തേ ഇത് കിട്ടണുള്ളൂ. അതുപോലെ തന്നെ അത് എർത്തിനും ഉണ്ടാ പ്രശ്നം. അതും അതിങ്ങനെ അനങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഇത് കേബിള് പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതേ രീതിയിൽ ഇവിടെ വേറെ ഒരു പുതിയ സോക്കറ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതായിരുന്നു ഇതിനകത്ത് വന്ന കംപ്ലൈൻറ്റ്. അല്ലാണ്ട് ഈ ഭാഗങ്ങളിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ഓയിൽ കൊടുത്ത് വളരെ സ്മൂത്താക്കി എടുത്തു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ സ്ക്രൂ ഇതാണ്. ഇത് മൈക്രോ ഇപ്പോൾ തിരിഞ്ഞായിരിക്കണം. ഇത് മുകൾ ഭാഗത്ത് ഈ കോർണറിലും കാണുന്ന ഈ സ്ക്രൂ ആണ് മുറുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ കവർ അടിക്കാൻ നേരത്ത് ഈ രണ്ട് സ്ക്രൂവും ലൂസ് ചെയ്തിട്ട് വേണമായിരുന്നു ബാക്കിലേക്ക് കവർ അഴിച്ചെടുക്കാനായിട്ട്. ഈ സ്ക്രൂ രണ്ടും നമ്മൾ കാണില്ല പെട്ടെന്ന്. അപ്പോൾ ഇതിനി കവറൊക്കെ ഞാൻ കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ട്. ഇനി ഇതോടെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി.